ജയലേട്ടാ, ഞാനും അമ്പിളിയും രാവിലെ തന്നെ പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അമ്പിളി കുഞ്ഞമ്മയെ കാണാൻ തറവാട്ടിലേക്കും ഞാൻ വേറെ ചിലരെ കാണാൻ വേറെ വഴിക്ക് നീങ്ങി. തിരിച്ചു പോകുമ്പോ ഒരുമിച്ച് പോകാന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാ. നീ എവിടെയാണ് മോനെയും കൊണ്ട് പോയെ? ഞാൻ മോനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ ചേച്ചി. അപ്പോഴാ അച്ഛൻ വിളിച്ചത്. നിങ്ങൾ വീട്ടിലില്ലെന്ന കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇവിടെ വന്നാ നന്നായി. ഇനി നമുക്ക് ഒന്നിച്ച് പഞ്ചരത്നത്തിലേക്ക് പോവാം. വാ ചേച്ചി, വാ ഭാനുമ്മേ. കേറി വാ മോനെ. അനു, നിന്നോട് പഞ്ചരത്നത്തിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞോ? ആ അതെ, നമുക്ക് ഉടനെ പോണം. അച്ഛൻ രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വേണ്ടി അവിടെ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ് ആണോ? അല്ല, അമ്മാവൻ ഞങ്ങളെയൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. അച്ഛനോടൊരു വാക്ക് പറയാതെ നിങ്ങൾ പോയതിൽ അച്ഛനും നല്ല വിഷമമുണ്ട്. ഇന്നച്ഛൻ പഞ്ചരത്നത്തിൽ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്? ഞങ്ങളുടെ വഴി ഞങ്ങൾ നോക്കണ്ടേ അനു? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലേ ചേച്ചി. എല്ലാം അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. അനു, നീ ഒന്ന് തെളിച്ചു പറ. അത് നമുക്ക് പോകുമ്പോ വണ്ടിയിലിരുന്ന് പറയാൻ രഘുവേട്ടാ. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്താൻ ലേറ്റ് ആവും. ഞാനും മോനും വേഗം ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഭാനുമേ, ഞാൻ പോയി വരുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭാനുമ്മ നോക്കിക്കോളില്ലേ? അതൊക്കെ പ്രത്യേകിച്ച് പറയണോ മോളെ? ഭാനുമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനിപ്പോ വരാം. ആ, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കോട്ടോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇതാരാണവോ കാറിൽ വരുന്നത്? ചീരു, മക്കളെ കൊണ്ടുവന്നില്ലേ മോളെ? ഇല്ല ആന്റി, ഇങ്ങതാ. ഈ മഴയത്ത് അവരെ കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. ശബരി വന്നില്ലേ മോളെ? ഇല്ല ആന്റി, ശബരിയേട്ടനെ കമ്പനിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ, എല്ലാവരെയും അച്ഛൻ വിളിച്ചു കാണുമല്ലേ? മാഷ് രാവിലെ ബാങ്കിൽ നിന്ന് സ്വർണ്ണം എടുത്തു കൊണ്ടുവന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എല്ലാവരും വരുമെന്ന്. എന്നാ ഒരു വാക്ക് എന്നോട് പറയണ്ടായിരുന്നു. അമ്പിളി രഘു ഇവിടെ ഇല്ലാത്തോണ്ട് ആ അരിയും കൂടി കുറച്ചാ ഞാൻ അടുപ്പത്തിട്ട്. രഘുവേട്ടനെ അമ്പിളി ചേച്ചി എവിടെ പോയത് ആന്റി? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. രണ്ടുപേരും ഇന്നലെ മുതൽ വലിയ സങ്കടത്തിലായിരുന്നു. രഘു എന്തോ ജോലി അന്വേഷിച്ചു പോയതാ. അമ്പിളിയും കൂടെ പോയി. അച്ഛൻ ബാങ്കിൽ നിന്ന് ഏത് സ്വർണ്ണ ആന്റി എടുത്തത്? തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം ബാങ്ക് ലോക്കറിൽ വെച്ചിരുന്നില്ലേ, അത് തന്നെയാ. ദേ, തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി തന്നെ ഭദ്രായിട്ടത് വെച്ചിട്ടുണ്ട്. രഘുവേട്ടനും അമ്പിളി ചേച്ചി ഇത് കണ്ടില്ലേ? ഇല്ല, മാഷ് ഇത് കൊണ്ടുവരുമ്പോഴേക്കും അവര് പോയിരുന്നു. പാവങ്ങള് ബുദ്ധിമോശം ഒന്നും കാണിക്കാതെ ഇങ്ങ് വന്നാ മതിയായിരുന്നു. എന്ത് ബുദ്ധിമോശം? രഘുവേട്ടൻ ജോലി അന്വേഷിച്ചു പോയതാണെന്നല്ലേ ആന്റി പറഞ്ഞത്? എന്നോട് അങ്ങനെയാ പറഞ്ഞ്. രണ്ടുപേരും ഇന്നലെ വന്നപ്പോ ഒരുമിച്ച് ചത്ത് കളയുന്നൊക്കെ അമ്പിളി കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അമ്പിളി ചേച്ചിയുടെ ബുദ്ധിയാ. സരോജിനി ആന്റിയുടെ മുമ്പിൽ അഭിനയിച്ച ആന്റി അത് അച്ഛനെ അറിയിക്കുന്ന ചേച്ചിക്ക് അറിയാം. അതിന്റെ റിസൾട്ട് ഉടനെ കണ്ടല്ലോ. ഈ സ്വർണം ഞങ്ങൾ ആരും അറിയാതെ രഘുവേട്ടന് കൊടുക്കാനായിരിക്കും അച്ഛൻ ലോക്കറിൽ നിന്ന് എടുത്തു വച്ചിരിക്കുന്നത്. ദൈവദോഷം പറയല്ലേ ദേ. അമ്പിളി പറഞ്ഞ കാര്യമൊന്നും ഞാൻ മാഷിനെ അറിയിച്ചിട്ടില്ല. മാഷ് സ്വർണം കൊണ്ടുവച്ച കാര്യം അമ്പിളിയെ ഞാൻ അറിയിച്ചിട്ടില്ല. അത് ശരിയായിരിക്കണ്ടേ? അച്ഛൻ ഈ സ്വർണം കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞാ രഘുവേട്ടൻ ജോലി അന്വേഷിക്കാൻ പോകേണ്ട കാര്യമല്ലോ. എന്നാലും തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ പാടില്ലെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ അങ്ങനെ ചെയ്യൂ? അമ്പിളി ചേച്ചി ഇതുപോലെ പലതും പറഞ്ഞ് അച്ഛനെ ഭീഷണിപ്പെടുത്തി കാണും ചേച്ചി. വീട്ടിലെ സ്വസ്ഥത കിട്ടാൻ വേണ്ടി ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് അച്ഛനെ തീരുമാനിച്ചു കാണും. അച്ഛൻ ഈ സ്വർണ്ണം ഇവിടെ വെച്ചിട്ട് എങ്ങോട്ടാ ആന്റി പോയത്? എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ആരെയോ കണ്ടിട്ട് വരാന്നേ പറഞ്ഞുള്ളൂ. ഉടനെ വരുമായിരിക്കും. അമ്പിളി ചേച്ചി ലച്ചുമോളെ എടുക്കാതെയാണോ പോയെ? അതെ,
ഞാൻ മോൾക്ക് പാലും എടുത്തിട്ട് വരാം. ആ ലച്ചുമോൾ ഇത്ര വേഗം എണീറ്റോ? ഇന്ന് മോൾ ഒട്ടും ഉറങ്ങിയില്ലല്ലോ. ആന്റി പാല് തരട്ടെ. മോൾ ഇത് കുടിക്കും. കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടോ. ആന്റിക്ക് മോളുടെ കുഞ്ഞമ്മമാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. കുടിച്ചോട്ടോ. മോളിത് പിടിച്ച്. അല്ല, സ്വർണം മുഴുവൻ ഇതിൽ കാണുവോ? അതോ അച്ഛൻ ഇത് പണയം വെക്കാൻ കൊണ്ടുപോയതായിരിക്കും? ആ, അക്കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. 100 പവൻ സ്വർണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തപ്പോ അച്ഛൻ ഇവിടെ വെച്ചിട്ട് പോവോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. സരോജിനി ആന്റി ഉണ്ടല്ലോ. പെട്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടേ സ്വർണ്ണം ഇതിനകത്ത് ഉണ്ടാവാനാ സാധ്യത. വെയിറ്റ് ഉണ്ടോ? ആ, വെയിറ്റ് നോക്കണ്ട ചേച്ചി. സ്വർണത്തിന് പകരം വേറെന്തെങ്കിലും വെച്ചാലും വെയിറ്റ് ഉണ്ടാവും. നമ്മളിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് ചോദിച്ചാ സ്വർണം ഇതിനകത്തുണ്ടെന്ന് പറയുകയും ചെയ്യാം. ഒറിജിനൽ സ്വർണം പണയം വെച്ച കാശ് അച്ഛന് രഘുവേട്ടന് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് അച്ഛൻ രഘുവേട്ടനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സ്വർണം തന്നെയാണോന്ന് അറിയുന്നത് നല്ലതാ. അല്ല, ഇതിന്റെ ചാവി അച്ഛൻ എവിടെയായിരിക്കും സൂക്ഷിക്കുന്നത്? അച്ഛനറിയാതെ ഇത് തുറന്നു നോക്കാനാണോ? അത് വേണ്ട, അച്ഛൻ വരട്ടെ. എന്തൊക്കെ അച്ഛന്റെ പ്ലാൻ എന്ന് നേരിട്ട് ചോദിക്കാലോ. എന്റെ ചേച്ചി, നമ്മൾ അറിയാതെ അച്ഛൻ സ്വർണം പണയം വെച്ച് രഘുവേട്ടന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിനി നമ്മളിൽ നിന്നും പലതും മറച്ചു വെക്കും. അതെ ചിരു, ആ സ്വർണം മുഴുവൻ ഇതിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ നിനക്ക് അച്ഛനോട് ഇത് തുറന്നു കാണണമെന്ന് പറയാൻ പറ്റുമോ? ആ പറ്റോ? അച്ഛൻ പറയുന്നത് വിശ്വസിക്കാനല്ലേ പറ്റൂ. മാത്രമല്ല, അച്ഛൻ ഇത് പബ്ലിക്കായി ഇവിടെ വെക്കാമെങ്കിൽ നമുക്കിത് തുറന്നു നോക്കുകയും ചെയ്യാം. ആ